ഉപ്പച്ചിയെ, ഉം. നമ്മുടെ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നേ? ഏ? നമ്മുടെ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നേ? എന്റെ കുട്ടിയുടെ ഉമ്മച്ചിയാ? ഉം. എന്റെ കുട്ടിയുടെ ഉമ്മച്ചി ഉം. ഭയങ്കര സുന്ദരിയായിരുന്നു. ഉം. ഒരു മാലാകട പോലെ. ഉം. എന്താ ചോദിക്കാ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ഫൈലാൻഡില്ലേ, ഇന്നും അന്നും എല്ലാന്നും മീറ്റിങ്ങിന് വരിക. ആരുടെ ഫൈലാൻഡ്? അവന്റെ ഉമ്മ എന്നും അവനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വരുന്നു, മീറ്റിങ്ങിന് വരുന്നു സ്കൂളിലേക്കാ. അതിനെന്താ വന്നോട്ടെ. എന്റെ കുട്ടിയുടെ ഉമ്മച്ചി വരാത്തതിന് വിഷമമുണ്ടാ? എന്തിനാ വിഷമിക്കണ? എന്തിനാടാ വിഷമിക്കുന്നത്? നമ്മുടെ ഉമ്മച്ചില്ല പാവായിരുന്ന? ഭയങ്കര പാവായിരുന്നു. എന്റെ കുട്ടിക്ക് എന്റെ ഉമ്മച്ചീനെ കാണാൻ പറ്റിയില്ല അല്ലേ? അതിൽ വിഷമിക്കണ്ടാ. ഉപ്പച്ചില്ലടാ. ഉമ്മച്ചിയും ഉപ്പച്ചിയും ഒക്കെ ആയിട്ട് ഉപ്പച്ചി തന്നെ ഇല്ലേ? എന്താ വിഷമിക്കാനുള്ളത്? നീ എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോ. നമ്മുടെ ഉമ്മ എങ്ങനെ മരിച്ചേ? അതേ, എന്റെ കുട്ടിയുടെ ഉമ്മച്ചിയും ഉപ്പച്ചിയും കൊറേ കാലം കാത്തിരുന്നിട്ടാണ് എന്റെ കുട്ടി ഉണ്ടായത്. കൊറേ കാത്തിരുന്നിട്ടാണ് ഞങ്ങൾക്ക് പഠിച്ചവൻ എന്നെ തന്നത്. അങ്ങനെ കുട്ടീനെ പ്രസവിക്കുന്ന സമയത്തെ ഉമ്മച്ചീനെ പഠിച്ചവൻ വിളിച്ച് ഉമ്മച്ചി പോയി. പടച്ചോൻ വിളിച്ച എല്ലാവർക്കും പോണ്ടടാ. ഉപ്പച്ചിക്കും പോണം, ഉമ്മച്ചിക്കും പോണം. ഉമ്മച്ചി നേരത്തെ പോയി. അപ്പൊ ഇനി കാണാൻ വരുമോ? ഇനി കാണാൻ വരുമോ ചോദിച്ചാ ഉറക്കത്തിൽ വരും കാണാൻ. ഈ ഉമ്മച്ചീനെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷെ ഉമ്മയുടെ മുഖം മാത്രം കാണാൻ പറ്റിയിട്ടില്ല. മുഖം എന്റെ മുഖം പോലെ തന്നെ ഇരുന്നടാ. എന്റെ കുട്ടിയുടെ അതേപോലെ തന്നെ നല്ല സുന്ദര കുട്ടി. അതെ, കുട്ടി എന്തപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? ഉമ്മച്ചീനെ പറ്റിയിട്ടൊക്കെ ദുഷ്ടനാണ്. എന്തേ? നമ്മുടെ ഉമ്മച്ചീനെ വേഗം വിളിച്ചില്ലേ? പടച്ചോൻ ദുഷ്ടനൊന്നല്ല. നല്ല ആൾക്കാരെ പടച്ചോൻ പെട്ടെന്ന് വിളിക്കും. ഇപ്പച്ചി കരഞ്ഞതല്ലടാ. കരച്ചിലൊന്നും വരുന്നില്ല. ഒന്നല്ല, ഇറങ്ങിക്കോയി. ഉമ്മച്ചിഞ്ഞേ ഇടയ്ക്കൊക്കെ എന്റെ സ്വപ്നത്തിൽ വന്ന് കണ്ടോളൂ. മുഖം ഈ കണ്ണാടിയിൽ നോക്കിയാ മതി. എന്റെ മുഖം പോലെ തന്നെയാണ്. ഉമ്മച്ചിയോട് സംസാരിക്കലുണ്ടായി ഉറക്കത്തില്, സ്വപ്നത്തില്? എന്താ ചോദിച്ചാ എന്നോട് ഉമ്മച്ചി? ഒരു ദിവസം എന്റെ കുട്ടി ഉമ്മച്ചിയോട് ഒരു വീട്ടിലുള്ള ചോറ് വാങ്ങിത്തിട്ടാണ്. ഉറങ്ങിക്കോ. ഉപ്പാക്ക് ഇങ്ങനെ വിഷമായി കൊണ്ടിരിക്കും. എന്റെ കുട്ടി പറഞ്ഞത് സത്യ. പടച്ചോൻ ദുഷ്ടൻ തന്നെ. പഠിക്കണ്ടാച്ചിട്ട് പടച്ചോൻ ദുഷ്ടനല്ല എന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റില്ല.